കുറേ നാളെ നമ്മൾ ഒരു ഇതിലേക്ക് വന്നിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ 10ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷിൻ്റെ ചാപ്റ്റർ 1 ആയ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം 2ഉം നല്ല വൃത്തിക്ക് നമ്മൾ നന്നായിട്ട് പഠിച്ചു. ഇനി പാർട്ട് 3യും കൂടി നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാം. നമ്മളിപ്പോൾ കുറേ നാൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞാണ് പെട്ടെന്ന് വരാറ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 10ാം ക്ലാസ്സുകാരുടെ റിസൾട്ട് വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് +2 റിസൾട്ട് വന്നു. അതിനൊക്കെ മുമ്പ് നമ്മൾ കുറച്ച് സ്റ്റഡി മെറ്റീരിയലൊക്കെ നോക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. എന്തായാലും നമുക്ക് സ്കൂൾ തുറക്കാൻ ഇനി 2 ദിവസം കൂടി അറിയുള്ളൂ. അപ്പോൾ ഓക്കെ, നാളെ 30, പിന്നെ 31, അത് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്നത് 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ തുടങ്ങില്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴത്തെ പോലെ നമ്മുടെ ഇതവിടെ ഉണ്ട് തോട്ട്. ഇതിൻ്റെ അർത്ഥം നിങ്ങളെല്ലാ പ്രാവശ്യത്തെ പോലെ നിങ്ങൾ എന്നെ എനിക്ക് പറഞ്ഞു തരണം. അതാണല്ലോ നമ്മുടെ ഒരു ഹോംവർക്ക് പോലെ നമ്മൾ എപ്പോഴും തരാറുള്ളത്. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റിയാണ്, അഥവാ കുറച്ചുകൂടി വലിയ ഇതാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും എനിക്ക് നിങ്ങൾ നാളെ പറഞ്ഞു തരാം. എന്താണ് നാളെയല്ല, നമ്മൾ അടുത്ത ഒരു ലൈവ് ഉണ്ടാവും. എന്തായാലും അടുത്തൊരു ലൈവിലേക്ക് നിങ്ങൾ എനിക്കിത് പറഞ്ഞു തരണം. ഇതിൽ ഈ 5 ആണ് കുറച്ച് ഒരു അർത്ഥം വരുന്ന ടൈപ്പ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. നേരത്തെ കിട്ടുന്നതാണെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ഇനി കിട്ടാത്തവരാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലിട്ടാൽ ഓക്കെ. അപ്പോൾ ഇങ്ങനെ തുടങ്ങല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു സൈലം ലേഡി. വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരൊന്നും കൂടി ഓർത്ത് വെച്ചിരിക്കുക, വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു ജോലിക്കാരൻ്റെയും പിന്നെ ഒരു ദാരിദ്ര്യത്തിൽ കിടന്ന ഒരാളുടെ ഇതാണ്. ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഈ ഒരാളുടെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ വരുന്നു. അതെങ്ങനെയാണോ ഇങ്ങനെയാണോ അതൊക്കെ എന്തൊക്കെ നടന്നു എന്നുള്ളതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് 2 പേരാണെന്ന് നിങ്ങൾക്കറിയാം. ആരൊക്കെയാണ് ഈ 2 പേര്? ഇതാരാണ്? ദിസ് ഈസ് ഓൾഡ് മാൻ. ഇതാണ് നമ്മുടെ ഓൾഡ് മാൻ. ഇതാരാണ്? ഇതാണ് നമ്മുടെ പെലയോ ആണ് ആ ദാരിദ്ര്യം പിടിച്ച മനുഷ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങിയാണ് വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ്. അപ്പോൾ വാട്ട് ഈസ് അവർ പ്ലാൻ? എന്താണ് നമ്മുടെ പ്ലാൻ? നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞു, കഴിഞ്ഞൊരു 3 വീഡിയോയിലും പറഞ്ഞത് എന്താണ്? നമ്മളിട്ടത് ഒരു സ്റ്റഡി പ്ലാനല്ല, മാറിപ്പോയത്, വേറെ ക്ലാസ്സിൽ പോയി. ഫസ്റ്റ് നമ്മളൊരു ബേസിക് ക്ലാസ് ഒരു ബേസിക് ക്ലാസ് ഇട്ടായിരുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു എല്ലാ ഇതിലും നമ്മൾ ഇനിയൊരു പ്ലാൻ ഉണ്ടാവും. എല്ലാ ക്ലാസ്സിലും നമ്മൾ പാർട്ട് 1 വന്നു, പാർട്ട് 2 വന്നു. അതിലൊക്കെ നമ്മൾ ഇതേപോലെ പ്ലാനൊക്കെ കറക്റ്റായിട്ട് ചെയ്യാറ് വന്നത്. ഇന്നത്തെ പ്ലാൻ, ഫസ്റ്റ് പ്ലാൻ റാപ്പിഡ് ഫയർ. നമ്മളെ 2nd ക്ലാസ് തൊട്ടാണ് ഈ ഒരു റാപ്പിഡ് ഫയർ തുടങ്ങിയത്. നല്ലൊരു ഇതായിരുന്നു, നമ്മൾക്ക് നല്ലൊരു റെസ്പോൺസായിരുന്നു ഈ റാപ്പിഡ് ഫയറിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ റാപ്പിഡ് ഫയർ വെച്ചിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ളൂ, നീട്ടി വെച്ചിട്ടില്ല. അഥവാ ഇന്ന് നമുക്ക് കുറച്ച് നേരം എടുക്കണം. കാരണം രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ കുറച്ചും കൂടി എടുക്കേണ്ടത് കുറച്ചു. അപ്പോൾ അതും കൂടി ഇന്ന് നമ്മൾ കൂട്ടിയെടുക്കും. ഓക്കെ, അതുകൊണ്ട് കുറച്ച് കൂടും. അതുകൊണ്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റുള്ളൂ. അത് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വിക്ക് റീക്യാപ്പ് നടത്തും. അഥവാ 1ഉം 2ഉം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് ചെയ്യും. പിന്നെ 1ഉം 2ൻ്റെ റിവിഷൻ നോട്ടുകൾ നമുക്ക് ഇന്ന് തരും. അത് കഴിഞ്ഞ് വേർഡ് ബൈ വേർഡ് എക്സ്പ്ലനേഷനും പിന്നെ ഗ്ലോസറീസ് മീനിങ്സുമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് അഥവാ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരത്തെ തുടങ്ങാം. ഇപ്പോൾ തന്നെ തുടങ്ങാം റാപ്പിഡ് ഫയർ. എല്ലാവരും
റെഡിയാണെന്ന് തോന്നുന്നു, റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കൊരു 8:30 തിരിഞ്ഞ് നിർത്താം. 7:30 പറഞ്ഞു. എന്തായാലും ഒരു 8 മണി, അല്ല 8 മണിക്ക് ഇല്ല, എന്തായാലും 8:30 മുമ്പായിട്ട് തരും. 8:30 മുമ്പായിട്ട് തരും കേട്ടോ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Why did the Pelayo and Elisenda first think the old man was a castaway? എന്തുകൊണ്ടാണ് പെലയോയും എലിസൻ്റെയും ഫസ്റ്റ് അഥവാ ആദ്യം വിചാരിച്ചത് ഇതൊരു കാസ്റ്റവേ ആണ്, അഥവാ ഓൾഡ് മാൻ ഒരു കാസ്റ്റവേ ആണെന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചത്? ശരി. അങ്ങോട്ട് പോയി ഞാൻ വരട്ടെ, നിൽക്കി ഞാൻ പറഞ്ഞിട്ട് വന്നാൽ മതി. എന്താ ആരെയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലേ? അത് ഞാൻ കണ്ടുപിടിച്ചോളാം. നീ എത്ര നോക്കിയാലും ആരെയും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത്രയും കിടില സ്ഥലങ്ങളിലാണ് അവർ വിളിച്ചത്. ഓ സാരല്ല, അവര് നല്ല സ്ഥലത്ത് വിളിച്ചല്ലോ. അല്ല നിന്നെ പോലെ സാറ്റും കൊണ്ടൊന്നും നിന്നില്ലല്ലോ. ഓ താമസിച്ചേ നീ ടെൻഷൻ ആവാ. നീ എനിക്ക് ടെൻഷൻ എടുക്കും. ഞാൻ പോവാ. നീ അവിടെ പോവാ. നിന്നോട് കിടന്നിക്ക് പോവല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കാസ്റ്റവേ ആണെന്ന്, ഒരു കാസ്റ്റവേ ആണെന്ന് എങ്ങനെയാണത് കാര്യം? ഓക്കെ. ഈ സ്പോക്ക് എ അൺനോൺ ലാംഗ്വേജ് അഥവാ അൺകോൺസബിൾ ലാംഗ്വേജ് അഥവാ നമ്മുടെ ടെക്സ്റ്റിൽ വേറൊരു വാക്ക് പറയുന്നുണ്ട്, അപ്പോൾ പറഞ്ഞുതരാം. ഒരു അൺനോൺ ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. ഒരു കടലിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്, സേലേഴ്സ്. അവരുടെ ഭാഷയായിരുന്നു പുള്ളിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഓക്കെ. നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വൈ വാസ് ദ ഓൾഡ് മാൻ പുട്ട് ഇൻ ദ ക്യൂബ്? അഥവാ എന്തുകൊണ്ടാണ് നമ്മുടെ ഓൾഡ് മാന് ചിക്കൻ കൂപ്പിലേക്ക് ആക്കിയത്? എന്തുകൊണ്ടായിരിക്കും? പെലയോ ആൻഡ് എലിസൻഡ പുട്ട് ദ ഓൾഡ് മാൻ ഇൻ ദ ചിക്കൻ കൂപ്പ് ബിക്കോസ് ദേ ആർ സ്കെയർഡ്, പേടിച്ചു, ആൻഡ് ദ അൺഷുവർ ഇൻ ദ ഐഡൻറ്റിറ്റി. അഥവാ ഒരു ഇതുണ്ടായിരുന്നില്ല എന്നവ എന്തുകൊണ്ട് ഐഡൻറ്റിറ്റി. ആൻഡ് ദ നെയ്ബർ ക്ലെയിംഡ്, ആ പുള്ളിക്കാർ പറയാണ് ഒരു ഇതായിട്ടുമില്ല, ഒരു തെളിവ് പോലും ഇല്ലാതെ പുള്ളിക്കാർ വെറുതെ പറയുകയാണ് ഹി വാസ് എ ഏഞ്ചൽ. ഇതൊരു ഏഞ്ചലാണ്. ഇതൊരു ഏഞ്ചലാണ്. മനസ്സിലായോ?
എന്താ ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? എന്നാലും നീ എന്നെ എങ്ങനെ കണ്ടുപിടിച്ചു? എടാ നീയൊക്കെ വിളിക്കാൻ ചാൻസ് ഉള്ള പല സ്ഥലങ്ങളും എനിക്കറിയാം. നീയൊക്കെ എവിടെ പോയി വിളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ നമ്മുടെ റാപ്പിഡ് ഫയർ ഇവിടെ തീരാണ്. നമ്മൾ 2 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാനുണ്ട്. അപ്പോൾ ഷാൽ വി ബിഗിൻ. അപ്പോൾ നമ്മൾ തുടങ്ങിയാണ്. ഇതാരാന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഈ കഥയിലേക്ക് വരുന്നത് നമ്മളിത് അറിയേണ്ട ആവശ്യമൊന്നും ഇതൊരു ഇരിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് റീക്യാപ്പ്. ഒന്ന് റീക്യാപ്പ് ചെയ്തെടുക്കാം. നമ്മൾ റിവിഷൻ നോട്ടിലൂടെയാണ് ഒന്ന് റീക്യാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് റിവിഷൻ നോട്ടാണ്. വൺ ഡേ പെലെയോ സോ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിൻസ് ഇൻ ഹിസ് ഹാൻഡ്. അഥവാ ഒരു ദിവസം പെലെയോ തൻ്റെ മുറ്റത്ത് ആരെ കണ്ടു? വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിൻസിനെ കണ്ടു. The man was lying face down in the mud. അഥവാ പുള്ളിക്കാരൻ്റെ അഥവാ ഓൾഡ് മാൻ്റെ മുഖം ഫേസിൽ കുതിർന്നിരിക്കുകയായിരുന്നു. അല്ല, ഫേസ് മണ്ണിൽ കുതിർന്നിരിക്കുകയായിരുന്നു. ആൻഡ് ദ ഓൾഡ് മാൻ കുഡ് ഗെറ്റ് അപ്പ് ബിക്കോസ് ഹിസ് enormous wings. Enormous means very huge. Enormous means very huge, not very huge. Peleo called his wife and said പറഞ്ഞു. അത് എൻ്റെ ഓൾഡ് മാൻ എങ്ങനെയായിരുന്നു ഡ്രസ്സ് ചെയ്തതെന്നും കൂടി നമ്മൾ പറഞ്ഞു. ദിസ് ഈസ് എ പ്ലസ് പോയിന്റ്. ഡ്രസ് ലൈക്ക് എ റാക്ക് പിക്കർ. ആക്രിക്കാരനെ പോലെ. റാക്ക് പിക്കർ ആക്രിക്കാരനെ പോലെ. ആക്രിക്കാരൻ. ഓക്കെ. ഓൺലി എ ഫ്യൂ ഫേഡ് എയേഴ്സ് ആൻഡ് വെരി ഫ്യൂ ടീത്ത്. അഥവാ കുറച്ച് മുടികളും കുറച്ച് പല്ലുകളുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. ലുക്ക് ലൈക്ക് എ ഒരു എന്താണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അത് അടയ്ക്കാൻ വന്നേ. എടാ അവന് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നില്ലേ? അവ ഇത് ഒഴിച്ച ഒരു വഴിയില്ല. നമുക്ക് വേറെ വഴി നോക്കാം. കിട്ടിയോടാ? എടാ നീ തോറ്റെന്ന് പറഞ്ഞ എന്നാലും വരത്തുള്ളൂ. ഇല്ല, അവനെ വരത്തില്ല. അവൻ എന്തോ പഠിച്ചിട്ടുണ്ട്. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. നീ തോറ്റെന്ന് പറ. അവൻ നല്ല വാശിയില്ല. ശരിയാണ്, സമയം ലേറ്റാവും. മഴയും വരും. എനിക്ക് ടെൻഷനാണ്. നാളെ അവനെ വിളിച്ചോണ്ടൊന്നും നീയാ. അവനില്ലാതെ നിനക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. നീ അവന്റെ അമ്മയിട്ട് എന്താ പറയടാ? എടാ പ്ലീസ് നീ തോറ്റെന്ന് പറ. എടാ ഞാൻ തോറ്റടാ, വാ. ഓക്കെ, അപ്പോൾ പ്യൂരിഫൈഡ് എയേഴ്സാണ്. ഗ്രാൻഡ് ഫാദറിനെ പോലെയാണ് പുള്ളിയുടെ ലുക്ക്. പിന്നെ ഡ്രസ്സ് എങ്ങനെയാണ്? കുറച്ച് ഡേറ്റിയാണ്. അഥവാ മണ്ണിൽ കുതിർന്നതാണ്. പിന്നെ അഫ്പെക്ഡ് മീൻസ് വേർ ദ എൻറ്റാൻഡഡ് ഇൻ മഡ്. അഥവാ എൻറ്റാൻഡഡ് മീൻസ് മണ്ണിൽ ട്രാപ്പായതാണ്. ട്രാപ്ഡ്. മണ്ണിൽ ട്രാപ്ഡ് ആയതുപോലെയാണ് കിടക്കുന്നത്. ഓക്കെ, അവിടെ ഫസ്റ്റത്തെ റിവിഷൻ നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമ്മൾ സെക്കൻഡിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതിൽ ഇത്തരം നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. നോക്കാം. ഇതിട്ട് ഓക്കെ. ദ ഓൾഡ് മാൻ സ്പോക്ക് ഇൻ ദ അൺകോൺസിബിൾഡ് ഡയലക്റ്റ്. അഥവാ ഒരു അൺനോൺ ലാംഗ്വേജ് ആണ് ആര് സംസാരിച്ചുകൊണ്ടിരുന്നത്? ഓൾഡ് മാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പെലെയോ ആൻഡ് എലിസൻഡ തോട്ട് ദിസ് ഹി വാസ് എ കാസ്റ്റവേ ആണെന്ന്
ഇവർ രണ്ടുപേരൊന്ന് സംശയിച്ചെങ്കിലും ബട്ട് ദയർ നെയ്ബർ സെയ്ഡ് ഹി വാസ് എ ഏഞ്ചൽ. അഥവാ അവരുടെ അയൽവാസി പറയുകയാണ് ഹി വാസ് എ ഏഞ്ചൽ, ഇതൊരു ഏഞ്ചലാണ്. ഷീ സെഡ് ദ കെയിം ടു ദെയർ സിക്ക് ചൈൽഡ്. ഇത് ഈ ഒരു ഏഞ്ചലെ എന്തിനാണ് വന്നത്? തൻ്റെ അവരുടെ കൊച്ചിന് വേണ്ടി വന്നതാണ്. അഥവാ കൊച്ചിന് പനിയായതുകൊണ്ട് കൊച്ചിനെ കാണാനോ കൊച്ചിനെ കൊണ്ടുപോകാനോ അങ്ങനെ വന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ ബിക്കോസ് ദ റെയിൻ ഹി ഫോൾ ഇൻ ടു ദ മഡ്, മഴ കാരണം ഈ ഒരു കൊച്ചത് ഈ ഒരു ഓൾഡ് മാൻ മഴ കാരണവും ഇടിമിന്നലൊക്കെ കാരണം താഴത്തേക്ക് മഡിലേക്ക് വീണതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡേ എവരി വൺ ഹെയർ ദ ഏഞ്ചൽ, അഥവാ എബൌട്ട് ദ ഏഞ്ചൽ. എല്ലാവരും ചോദിക്കുകയാണ് ഏഞ്ചലിനെ പറ്റി. പെലയോ പുട്ട് ഹിം ടു ചിക്കൻ കൂപ്പ്, ഏഞ്ചലിനെ ചിക്കൻ കൂപ്പിലേക്ക് ആക്കുകയാണ്. സൂൺ ദ സിക്ക് ചൈൽഡ് ഫെൽ ബെറ്റർ, അഥവാ സിക്ക് ചൈൽഡ് ഒരു കുറച്ചുകൂടി ബെറ്ററായി. പിന്നെ പെലയോ ആൻഡ് എലിസണ്ട ഡിക്ലെയർ ടു സെൻഡ് ഏഞ്ചൽ എവേ ഇൻ ദ ബോട്ട്. എന്താണ് അവർ ഒന്ന് തീരുമാനിക്കുകയാണ് ഇവരെ ഒരു ബോട്ടിൽ കയറ്റി അയക്കാം ഏഞ്ചലിനെ. അവിടെ വെച്ചാണ് നമ്മുടെ കഥ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയത്. ഇനി കുറേ ട്വിസ്റ്റുകൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ഇനി നടക്കാൻ പോകുന്നത് കുറേ ട്വിസ്റ്റുകളാണ്. ഇവരിങ്ങനെ തീരുമാനിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് കയറ്റി വിടാമെന്നുള്ളത്. എന്നിട്ട് അവരൊക്കെ പോയി കിടന്നു തുടങ്ങി. രാവിലെ എല്ലാം ശരിയാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് തീരുമാനിച്ചു. പക്ഷേ അവിടെ നടന്നത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് കണ്ടിന്യൂ. ഒരു പാത്രം കത്തി വെച്ചത് പിള്ളേരെ ഇനിയെക്കാളും 2 ദിവസം കരണ്ടുവരും തോന്നില്ല. അതെന്താ? ഇന്നടിച്ച കാലത്തെ ഒരു മരം ഒടിഞ്ഞു, 3-4 പോസ്റ്റൊക്കെ പോയി. ഇനി ഇന്ന് കരണ്ട് വരാനാ? ചാപ്പും എന്തായി? Dear student, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ തുടങ്ങുകയാണ്. Shall we begin? അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് അപ്പോൾ നമ്മൾ തുടങ്ങണത്. ഓക്കെ, സെറ്റാണെന്ന് തോന്നുന്നു. But when they went to courtyard light of dawn, ഇവിടുത്തെ എന്ന് പറയുന്നത് ഇവിടുത്തെ എലിസൻ്റെയും പെലയുമാണ്. They found the whole neighbors front of the chicken coop. ഇവർ രാവിലെ എണ്ണീച്ച് ലൈറ്റ് വന്നപ്പോൾ എണ്ണീച്ച് നോക്കുമ്പോൾ തൻ്റെ ചിക്കൻ കൂപ്പിൽ, അഥവാ ചിക്കൻ കൂട്ടിൻ്റെ അടുത്ത്, അഥവാ ചിക്കൻ കോഴിക്കോടിൻ്റെ അടുത്ത് കുറേ ഹോൾ എന്ന് പറഞ്ഞാൽ കുറേ നെയ്ബേഴ്സ്, കുറേ നെയ്ബേഴ്സ് ഹാവിങ് ഫൺ ടു ദ ഏഞ്ചൽ. കുറേ പേര് ഹാവിങ് ഫൺ, അഥവാ നമ്മുടെ ഏഞ്ചലിനോട് കൂട്ടുകൂടാനും കുറച്ചേരം സല്ലപിക്കാനൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദ വിസിറ്റേഴ്സ് ദെയർ ഗോസ് ടു ദ തിങ് ടോൺ, അഥവാ ഈ കൂടിൻ്റെ ഓപ്പണിങ് ഉണ്ടല്ലോ ഇതിൽ കൂടെ ഫുഡൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുകയാണ്. ഫുഡൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ നോക്കുകയാണ് ഈ ഒരു ഓൾഡ് മാന് വേണ്ടിയിട്ട്. The coop. It was if they the supernatural creatures but the circus animal. ഇതൊരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറായിട്ട് കാണാതെ അതിനെ ഒരു സർക്കസ് ആനിമലെ പോലെ കാണുകയാണ് അവിടുത്തെ നാട്ടുകാർ. അപ്പോൾ ഇത്ര നേരം പറഞ്ഞെന്താണ്?
അപ്പോൾ നമ്മൾ കഥയുടെ തുടക്കത്തിൽ അവർ രാവിലെ എണ്ണിക്കുന്നു, അഥവാ ഒരു ഉറങ്ങിയ ശേഷം രാവിലെ എണ്ണിക്കുമ്പോൾ എന്താണ് കാണുന്നത്? രാവിലെ അവർ എണ്ണിക്കുമ്പോൾ കൂടിൻ്റെ പുറത്ത് ഫുള്ള് ആൾക്കാർ, ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും ഓക്കെ, ഫുള്ള് ആൾക്കാർ. ഈ ഫുള്ള് ആൾക്കാരുള്ളപ്പോൾ എന്താ, ഈ ഫുള്ള് ആൾക്കാർ ആരെയാണ് നോക്കുന്നത്? നമ്മുടെ ഓൾഡ് മാനെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഓൾഡ് മാനിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുകയാണ് അവർ? ഫുഡൊക്കെ കൊടുക്കുകയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഫുഡുകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ, ഈ കൂടിൻ്റെ ഇടയിൽ കൂടെ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവർ ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേച്ചർ അഥവാ ഒരു ഏഞ്ചലായിട്ട് കാണാൻ, ഇതൊരു സർക്കസ് ആനിമലെ പോലെ ഓക്കെ. അങ്ങനെ ഇടയ്ക്ക് വെച്ച് എന്തൊക്കെ ലാഗ് ഉണ്ട്, അത് നോക്കുമായിരുന്നു. ഓക്കെ, ഇതിലെ ഒരു ക്വസ്റ്റ്യനാണ് വരുന്നത് കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് അഥവാ ടെസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് എന്നും പറയും. ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ: വാട്ട് ഡു ദ പീപ്പിൾ ട്രീറ്റ് ദ ഓൾഡ് മാൻ ലൈക്ക് എ സർക്കസ് ആനിമൽ? എന്തുകൊണ്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് സർക്കസ് ആനിമലായിട്ട്? ബിക്കോസ് ദേ ഡസ് നോട്ട് സീ ദ സൂപ്പർ നാച്ചുറൽ ആൻഡ് ബട്ട് സംതിങ് സ്ട്രേഞ്ച്. അഥവാ ഇവരാരും ഇതേപോലത്തെ സൂപ്പർ നാച്ചുറൽ സാധനങ്ങളൊന്നും കണ്ടിട്ടില്ല, സൂപ്പർ നാച്ചുറൽ പിക്ചേഴ്സൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു സ്ട്രേഞ്ചർ തിങ്സ് ആയിട്ടാണ് ഇവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സർക്കസ് ആനിമലെ പോലെ അവർ ട്രീറ്റ് ചെയ്യും. ഓക്കെ, അഥവാ ഇതുവരെ ജീവിതത്തിൽ ഏഞ്ചൽ എന്ന് പറഞ്ഞ സംഭവമോ അതോ അതിന് ചുറ്റിപ്പറ്റിയ സാധനങ്ങളോ ഒന്നും ഇവർ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവർ ഏഞ്ചലിന് പുറമെ ഇതൊരു സ്ട്രേഞ്ചറാണ് ഉള്ളൊരു രാഗയിലാണ് ഇത് നിൽക്കുന്നത്. ഒരു സ്ട്രേഞ്ചാണ്, അങ്ങനെയാണ് ഇവരുടെ മനസ്സിൽ. എന്നാൽ അടുത്തതിലേക്ക് പോവാം. അടുത്തതിൽ The news was covered with angels spread with a rapidity. അഥവാ ഇതൊരു വലിയ റാപ്പിഡിറ്റി ആയിട്ട് വർദ്ധിക്കുകയും പുറത്തുനിന്നുള്ള ആൾക്കാരും വന്ന് കാണാൻ തുടങ്ങി. Few hours later the courtyard was the best market place. ഇതൊരു മാർക്കറ്റ് പ്ലേസ് അഥവാ കുറച്ച് മണിക്കൂർക്ക് ശേഷം ഇതൊരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ അഥവാ മാർക്കറ്റ് പ്ലേസ് പോലെ അത്രയും തിരക്കാവുകയാണ്. ദ കപ്പിൾസ് കോൾ ദ ട്രൂപ്പ് മീൻസ് അവിടുത്തെ പോലീസുകാരാണ്, അല്ലെങ്കിൽ അവിടുത്തെ സോൾജിയേഴ്സാണ്, അവിടുത്തെ പട്ടാളത്തെയാണ്. അവിടുത്തെ പട്ടാളം അവിടുത്തെ പട്ടാളത്തിനെയാണ്. ഓക്കെ, മനസ്സിലായില്ലേ? അവിടുത്തെ പട്ടാളത്തിനെയാണ് ട്രൂപ്സ് എന്ന് വിളിക്കുക, അവർ വിളിക്കുകയാണ്. ഓക്കെ, അവിടെ എഴുതിയിട്ടുണ്ടായിട്ടുള്ളത് ട്രൂപ്സ് എന്ന് പറഞ്ഞ സോൾജേഴ്സ്, അവിടുത്തെ പട്ടാളം. ഓക്കെ, അടുത്തത് they got the idea for the Frenching in the yard and the changing 5 cents for the admission to see the angel. അഥവാ ഇവർക്കൊരു ഐഡിയ ലഭിക്കുകയാണ്. നമുക്ക് ഈ ഒരു വീടിന് ചുറ്റൊരു ഫ്രഞ്ച് അഥവാ ഒരു വേലി കെട്ടാം. ഇതിന് പറയാൻ എന്താണ്, ഒരു വേലി കെട്ടാം എന്ന് ഇവർ തീരുമാനിക്കുകയാണ്. ഒരു വേലി കെട്ടാമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ എന്നിട്ട് അതിനുശേഷം ഇവിടെ കാണാൻ അഡ്മിഷൻ ഫ്രീ 5 സെൻറ്റ് ആക്കാമെന്ന് വിചാരിക്കുകയാണ്. അവിടുത്തെ ഒരു പൈസയുടേതാണ് 5 സെൻറ്റ് എന്നുള്ളത്. ഓക്കെ, ദ ക്രൂ came the
ഫാർ അവേ അഥവാ കുറേ ആൾക്കാർ അവിടെ നിന്ന് പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട്. മോസ് അൺഫോർച്യൂനേറ്റ് എർത്ത് കെയിം ടു സെർച്ച് ഹെൽത്ത്. അഥവാ ഇത് പുള്ളിക്കാരനെ നോക്കുന്നില്ല, അഥവാ ഓൾഡ് മാൻ്റെ ഒരു നിൽപ്പ് അവർ നോക്കുന്നില്ല. പക്ഷെ അവർ കാശ് കിട്ടുന്നുണ്ട്, ആൾക്കാർ വരുന്നു, കാണുന്നു, പോകുന്നു. പക്ഷേ ഓൾഡ് മാനെ ചിന്തിക്കുന്നില്ല. ഓക്കെ, Helen was happy was in the less than weeks their room was with the many. അഥവാ ഒരാഴ്ച കൊണ്ട് അവരുടെ റൂം ഫുള്ള് പൈസ കൊണ്ട് നിറഞ്ഞു. സ്റ്റിൽ ദ ലൈൻ ഓഫ് ദ വെയിറ്റിംഗ് ഫോർ ദ എൻ്റർ ദ ഫീസ്. അഥവാ ഫീസിനൊരു മാറ്റമില്ല. പക്ഷെ നമ്മുടെ ഓൾഡ് മാനെ ആരും ഇവിടെ നോക്കുന്നില്ല എന്നുള്ളൊരു ഇത് മാത്രമാണ് ഇവിടെ ഉള്ളത്. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യനും ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ഡു യു തിങ്ക് എലിസെൻ്റ് ആഫ്റ്റർ ദ ക്ലൈബർ ബൈ? എൻ്റെ ഉള്ള ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങളത് കാണണ്ടാന്ന് നോക്കുകയാണ്. ഒരു മിനിറ്റ്, ഞാനതെ കളയാം. ഒരു മിനിറ്റ്, ഇത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റാണ് കുറച്ചുകൂടി. ഇങ്ങനെ മാറ്റിയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ആൻസർ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുവരെ ഇതൊരു ഹോംവർക്കായിട്ട് നമ്മൾ വെക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അടുത്ത ഇതിലേക്ക് വന്നാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ നേരത്തെ കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആരും മറ്റേ നേരത്തെ ആ ക്ലിപ്പ് നോക്കിയിട്ട് എഴുതാതിരിക്കുക. ചിലവർ ഞാനിപ്പോൾ കാണിച്ചത് ചിലപ്പോൾ ചിലവർ എഴുതും. ഓക്കെ, അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, ദ ഏഞ്ചൽ വാസ് only the of the no part of your acting. അഥവാ ഏഞ്ചലൊന്നും ചെയ്യുന്നില്ല, ഒരു മൈൻഡും ഇല്ല, ഒരിടത്തിങ്ങനെ ഇരിക്കുക സമാധാനത്തോടെ ഇരുന്നിട്ട് കാര്യമില്ല, നിനക്ക് കഴിക്കണം. He spent time trying to get uncomfortable and bored rest. അഥവാ പുള്ളിക്കാരൻ നമുക്ക് സ്പെൻഡ് ചെയ്യുന്നത് കംഫർട്ടബിളായിട്ടിരിക്കാനും ബോർഡേഡ് ആയിട്ടുള്ള ഇരിക്കാനുമായിട്ടുള്ളതാണ്. അറ്റ് ദ ഫാസ്റ്റ് ട്രൈ ദ മെയ്ഡ് ദ ഈറ്റ് മൗത്ത് ബോൾസ് ബട്ട് ഹി നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. അഥവാ കുറേ ആൾക്കാർ ചേർന്ന് പുള്ളിക്കാരനെ മൗത്ത് ബോൾ തിന്നാനായിട്ട് നിർബന്ധിക്കുകയാണ്. പക്ഷെ പുള്ളിക്കാരൻ തിന്നുന്നില്ല. ബട്ട് ഹി എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. ഇവിടെ മൗത്ത് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാറ്റാ ഗുളികയില്ലേ, ഈ പാറ്റാ ഗുളികയാണ്. ഇനി എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നമ്മുടെ ബ്രിഞ്ച ഒക്കെ പോലത്തെ ഇതാണ്, മരുന്ന് തന്നെയല്ലേ, അതാണ്. അതിൻ്റെ ഒരു ഇങ്ങനെ ഇതേപോലെ ഒരു ഓട്സൊക്കെ പോലെ ഉണ്ടാക്കണതാണ്, സൂപ്പൊക്കെ പോലെ. അതിനെയാണ് സൂപ്പല്ല, ഈ ഓട്സൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഇങ്ങനെ ചതച്ചിട്ട് ഉണ്ടാക്കണതാണ് എഗ് പ്ലാന്റ് മഷ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചും കൂടി ഉള്ളൂ, 1 മണിക്കൂറിനുള്ളിൽ തീർത്താൽ പോരെ? തീർന്നു, ഇതും കൂടി ഉള്ളൂ. 1 മണിക്കൂർ പോലും ആയിട്ടില്ല, 1/2 മണിക്കൂർ പോലും ആയിട്ടില്ല. അതെന്താ സ്പീഡ് എന്ന് പറയും. ഞാൻ നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഒന്നാമത്തെ വീഡിയോനെക്കാട്ടും രണ്ടാമത്തെ വീഡിയോ സ്പീഡാണ്. രണ്ടാമത്തെ വീഡിയോനെക്കാട്ടും നമ്മൾ മൂന്നാമത്തെ വീഡിയോ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കണ കാര്യം നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ചിലപ്പോൾ 2 ക്ലാസ്സുകളൊക്കെ നമ്മൾ കുറച്ചുകൂടി സ്ലോയിലെടുക്കും. പക്ഷെ മൂന്നാമത്തെ ക്ലാസ് വളരെ സ്പീഡിൽ 100 പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടവർക്കറിയാൻ പറ്റും. Okay, he's only a noob. Supernatural creature seemed there to be patient.
he was cured. The patient of the searching of പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്വിൻസിൽ എന്താണ് പാരസൈറ്റ്സിനെ കാണുകയാണ്. അഥവാ എന്തിനെ കാണുകയാണ്? ചെറിയ ചെറിയ പാരസൈറ്റ്സ്, ചെറിയ ചെറിയ കൃമികൾ. ഓക്കെ. ദ പേഷ്യൻ്റ് ആൻഡ് ദ ക്രീമീസ് ദ പുളത്ത് ദ ഫെദേഴ്സ്. അഥവാ ഇവരെ കൂടിൻ്റെ അകത്ത് കയറിയിട്ട് അവരുടെ ലിംസിലുള്ള അഥവാ കയ്യിലുള്ള ഫെദേഴ്സ് അഥവാ ചിറകിലുള്ള ഫെദേഴ്സ് പറിക്കുകയാണ്. പ്ലറ്റ്. ഓക്കെ. ഈ റിമൈൻഡ് പേഷ്യൻ്റ് പിന്നെയും പുള്ളിക്കാർ സമാധാനത്തോടെ ഒരു ശാന്തിയോടെ ആ ഒരു ക്ഷമയുടെ നെല്ലിപ്പലക നിൽക്കണ അവിടം വരെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ അടുത്ത് നടന്നൊരു കല്ലേറായിരുന്നു. ദ ത്രൂ ദ സ്റ്റോൺസ്. കല്ലേറ്. കല്ലേറ് അവിടെ നടന്നൊരു കല്ലേറായിരുന്നു. അതിനുശേഷം എന്തായിരുന്നു? ആഫ്റ്റർ ദ ഓൾ ട്രൈങ് ടു ദ സീ ദ സ്റ്റാൻഡ്. പക്ഷെ പുള്ളിക്കാരൻ അതേ സ്റ്റാൻഡിൽ തന്നെ പിന്നെ സമാധാനത്തോടെ. ഓക്കെ. അടുത്ത പാർട്ടിലേക്ക് ടെസ്റ്റുകളുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ അവരിരുന്നു. ഓക്കെ. ഒന്നും കൂടി നമുക്ക് റീവൈൻഡ് ചെയ്ത് കാണാം. റീവൈൻഡ് ചെയ്ത് കേൾക്കാം. ഓക്കെ. എങ്ങനെയാണ് നമ്മൾ റീവൈൻഡ് ചെയ്ത് കേൾക്കുന്നത്? ഓക്കെ. നമുക്കൊന്നും കൂടി നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാം ഒന്നും കൂടി ഒന്ന് നോക്കാവേ. ഓക്കെ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതൊക്കെ നമുക്ക് പറയാം. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ ആദ്യം റീക്യാപ്പ് ചെയ്തു. ആദ്യത്തെ 2 സെഷൻസാണ് നമ്മൾ റീക്യാപ്പ് ചെയ്തിട്ട്. അതിൽ ഫസ്റ്റ് പാർട്ടിൽ റീക്യാപ്പ് ചെയ്ത റിവിഷൻ നോട്ട്സ് വന്നു. ഒരു ദിവസം നമ്മുടെ പെലയോ ജോലി കഴിഞ്ഞ് വന്ന വഴിക്ക് തൻ്റെ മുറ്റത്ത് വെച്ച് ഒരു വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിൻസിനെ കാണുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ്റെ മുഖം ചെളിയിൽ പൊതിഞ്ഞു കിടക്കുകയായിരുന്നു. ഓൾഡ് മാനിന് എണ്ണിക്കാൻ പറ്റിയില്ല. കാരണം പുള്ളിക്കാരൻ്റെ ഹ്യൂജ് ഫിൻസ് അഥവാ എനോമസ് ഫിൻസ് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു. പെലയോ തൻ്റെ വൈഫായ എലിസനെ വിളിച്ചു. അതിനുശേഷം ഓൾഡ് മാൻ എങ്ങനെയായിരുന്നു? റെസ്റ്റോറൻറ്റിലേക്ക് പ്രാക്ടിക്കാർ അഥവാ ആക്രിക്കാരനെ പോലെയായിരുന്നു. പിന്നെ കുറച്ച് പല്ലുകളും കുറച്ച് മുടികളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മുതുമുത്തശ്ശനെ പോലെയായിരുന്നു. പിന്നെ കുറച്ച് ഡേർട്ടി ആയിട്ടുള്ള ഷർട്ടും അഥവാ ഡ്രസ്സ്. പിന്നെ ഹാഫ് പ്ലക്ഡ് വിങ്സ് ആൻഡ് എൻറ്റാൻഡഡ് ഇൻ മഡ്. അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊരു സ്പെഷ്യൽ വാക്കാണ് എൻറ്റാൻഡഡ് മീൻസ് ട്രാപ്ഡ് എന്നാണ് നമ്മളൊരു എഴുതി ചേർത്തിട്ടുണ്ട്. ഓക്കെ. ഇതൊരു A+ പോയിൻ്റാണ്. അതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചിരിക്കുക. ഓക്കെ. ഇനി പാർട്ട് 2ലേക്ക് വരുമ്പോൾ പുള്ളിക്കാരൻ സംസാരിക്കുന്നൊരു അൺകോൺഫർ ഡയലക്റ്റാണ്. പെലയും എലിസൻ്റെ ആദ്യം വിചാരിക്കുന്നത് ഇതൊരു കാസ്റ്റവേ ആണ്. പക്ഷേ അയൽവാസി പെട്ടെന്ന് എവിടുന്നോ ഒരു പൊട്ടിമുളച്ചില്ല എവിടുന്നോ വന്ന എവിടെയെന്നോ വന്ന നമ്മുടെ അയൽവാസി ഓക്കെ. അയൽവാസി പറയുകയാണ് ഷീസ് ക്ലെയിംഡ് ഹി വാസ് ആൻ ഏഞ്ചൽ. ഇതൊരു ഏഞ്ചലാണ്. ഉറപ്പെന്ന് പറയുകയാണ്. ഷീ സെയ്ഡ് ഇവർ വന്നിരിക്കുകയാണ് നമ്മുടെ കൊച്ചിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കൊച്ചിനെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൊച്ചിൻ്റെ പനി അറിഞ്ഞിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ബിക്കോസ് പക്ഷേ ഇതൊരു റെയിൻ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ വീണ് ചെളിയിൽ പുതഞ്ഞു പോയി. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ പെലയോ ചിക്കൻ കൂട്ടിലാക്കിയാണ് നമ്മുടെ ഓൾഡ് മാനെ. അങ്ങനെ ഓൾഡ് മാൻ എന്ത് ചെയ്തു? ഓൾഡ് മാനെ നമുക്കൊരു ബോട്ടിൽ കയറ്റി വിടാം എന്നുള്ള രീതിക്ക് വരെ എന്ത് ചെയ്തു? എലിസൻ്റെ പെലയോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊച്ചിൻ്റെ പനി മാറിയത് കൊണ്ടാണ് ഒരു ബോട്ടിൽ കയറ്റി വിടാമെന്ന്. പെട്ടെന്ന് പോയതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തുള്ളൂ. മനസ്സിലായോ? സെക്കൻഡ് നോട്ട് കുറച്ചുകൂടി മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം.
സെക്കൻഡ് നോട്ട് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായത് പറയാം, മനസ്സിലായില്ലെങ്കിൽ പറയാം, മനസ്സിലായവരൊന്ന് ലൈക്ക് അടിക്കുക. സാർ ഓക്കെ ഓക്കെ മനസ്സിലായില്ല, ഓക്കെ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നുകൂടി പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മനസ്സിലായല്ലോ, ഒന്നാമത്തെ എല്ലാവർക്കും മനസ്സിലായതാണ്. ഓക്കെ, നമ്മൾ രണ്ടാമത്തേൽ വരുമ്പോൾ നമ്മൾ കഥ തുടങ്ങുമ്പോൾ തന്നെ എന്താണ് നമ്മൾ അതിൻ്റെ നോട്ടുണ്ടോ നോട്ടോ. ഞാൻ അതിൽ നോട്ടുണ്ടോ നോക്കട്ടെ. സ്ലൈഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ സ്ലൈഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ മാജിക്കൽ റിയലിസത്തിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ ചെയ്താൽ പിന്നെ നമ്മൾ റീക്യാപ്പൊക്കെ നല്ല രസത്തിലാണ് റീക്യാപ്പ് ചെയ്ത് പോയത്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത് അല്ലേ. എന്താണ് പറഞ്ഞത്? They looked at him long and the so close at the Pelayo. അഥവാ ഇവർ രണ്ടുപേരും ഒന്നും കൂടി അടുത്തേക്ക് ചെന്ന് നോക്കുകയാണ് പുള്ളിക്കാരൻ വീണ് കിടക്കുന്ന പുള്ളിക്കാരനെ. അപ്പോഴാണ് ഈ സർപ്രൈസ്ഡ് പുള്ളിക്കാരനെ കാണാൻ നമുക്ക് അഥവാ ഒരു ബന്ധമുള്ള പോലെ, അഥവാ മനുഷ്യന്മാരെ പോലെ തന്നെ ഒരു ബന്ധമുള്ള പോലെയാണ് പുള്ളിക്കാരനെ കാണാൻ. പിന്നെ പുള്ളിക്കാരൻ പറയുന്നതൊരു എൻകോൺസബിൾ ഡയലക്റ്റാണ്, അഥവാ ഒരു അൺനോൺ ലാംഗ്വേജ് ആണ്. പുള്ളിക്കാരൻ ഒരു സ്ട്രോങ് സൈലറാണെന്ന് നമുക്ക് ആ ഒരു വോയിസിലൂടെ മനസ്സിലാവും. ഓക്കെ, അതിൻ്റെ നമ്മൾ അർത്ഥങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഈ കൺക്ലൂഡ് കാസ്റ്റവേ ആണെന്ന് പറയുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരാൾ കയറി വരികയാണ്. അഥവാ ഈ സംസാരം കേട്ടുമ്പോൾ ആരാ വിചാരിക്കാത്തത്? അഥവാ ഈ ഒരു നാട്ടിലുള്ള സംസാരം അല്ലത്. നിങ്ങൾ വിചാരിക്കുക ഈ ഒരു നാട്ടിലുള്ള സംസാരം അല്ലത്. അപ്പോൾ അത് പുറത്തുള്ള നാട്ടിലാണ്. അതൊരു സെയിലറൊക്കെ പറയുന്ന വോയിസാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ദിസ് ഇസ് എ കാസ്റ്റവേ, ഇതൊരു കാസ്റ്റവേ ആണെന്ന് നമുക്ക് അറിയാതെ പറയുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഒരാൾ വരുന്നത്. നെയ്ബർ വന്നിട്ട് പറയാണ്, ദിസ് ഈസ് നോ കാസ്റ്റവേ, മിസ്റ്റേക്കഡായ ഹി ആൻഡ് ഏഞ്ചൽ എന്ന് പറയാണ്. ഷീ ടോൾഡ് ഹിം he must be coming for your child, but your fellow is the old, the rain locked him to down. അഥവാ ഈ റെയിന് ഇയാളെ ലോക്ക് ചെയ്തിട്ട് താഴത്തേക്ക് പറഞ്ഞു വെച്ചതാണ്, അഥവാ താഴത്തേക്ക് വീണതാണെന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടു കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം എന്താണ് പറഞ്ഞത്? അവരെ നമ്മുടെ അങ്ങനെ പെലയോ പേടിച്ചിട്ട് സ്കേഡായിട്ട് തൻ്റെ ചിക്കൻ കൂപ്പിലേക്ക് ഓൾഡ് മാൻ അടയ്ക്കുകയാണ്. അവിടെയാണ് നമ്മുടെ കഥ തീർന്നത്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് എണ്ണിച്ചപ്പോഴേക്കും അത് കഴിഞ്ഞ് ഒരു 12 മണിയായപ്പോഴേക്കും എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു 12 മണിയായപ്പോഴേക്കും നമ്മുടെ കൊച്ചെണ്ണിക്കുകയാണ്. നമ്മുടെ എന്താണ് പെലയോടെ വീട്ടിലെ പെലയോടെ പനി പിടിച്ച കുഞ്ഞ് എണ്ണീക്കുകയാണ്. ഒരു 12 മണിയായപ്പോൾ അപ്പോൾ ഓക്കെ 12 മണി AM ആണ് അല്ലേ, ഒരു 12 മണിയായി. അപ്പോൾ 12 മണിയായപ്പോൾ എണ്ണിച്ചിട്ട് കൊച്ചിന് നോക്കുമ്പോൾ പനി മാറി. കൊച്ച് കഴിക്കുന്നുണ്ട്. ഇത്ര നേരം കഴിക്കുന്നുണ്ടായിരുന്നില്ല, നല്ല പനിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ പനിയും മാറി നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ പെലയോയും എലിസബത്തും വിചാരിക്കുകയാണ്, നമ്മുടെ ആര് വന്നതുകൊണ്ടാണ് എൻ്റെ അപ്പ ഇത് ആരാടാടാടാ ഇവിടെ ശ്രദ്ധിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി അല്ലേടാ പറഞ്ഞു തരുന്നത്. ഞാൻ നമുക്ക് ഇതൊക്കെ നമ്മൾ ഓരോ സ്ലൈഡും ഞാൻ പുതിയത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അഥവാ ഇത് വേറെ സ്ലൈഡായിരിക്കും, അത് വേറെ സ്ലൈഡായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഈ മാറിൻ്റെ ഒരു ഞാൻ നേരത്തെ സ്ലൈഡാണ് ഇത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത സ്ലൈഡാണ്. അതിൻ്റെ ഇതാണ് ഞാൻ ഇത് അല്ല, ഞാൻ ഓരോ ദിവസം ഓരോരോ സ്ലൈഡാണ്. അതല്ലാതെ ഒരേ സ്ലൈഡ് ഒരേപോലെ എഡിറ്റ് ചെയ്ത് അങ്ങനെയല്ല ഞാൻ തരുന്നത്. അല്ലെങ്കിൽ വിചാരിക്കും ഈ പ്ലാൻ്റെ കാര്യമൊക്കെ ആണെങ്കിൽ ഒരേപോലെ വെച്ചാൽ പോലെ ഇതിന് ആ സ്ലൈഡിൽ തന്നെ ഇടാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറേ കഷ്ടപ്പെടുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾ അറിയണം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ രാവിലെ അപ്പോൾ അവർ വിചാരിക്കുകയാണ് ഈ ഏഞ്ചലിൻ്റെ ഒരു ബോട്ടിൽ കയറ്റാം. നമുക്ക് ഏഞ്ചലിൻ്റെ ബോട്ടിൽ കയറ്റിയിട്ട് അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ എന്തായാലും
ഇത്രയൊക്കെ ആയില്ലേ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസത്തെ ഫുഡൊക്കെ അയച്ചു കൊടുക്കാം. ബാക്കി പിന്നെ വൈകുന്നേരത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് അവരിയ്ക്കുകയാണ്. അവിടെ വെച്ചാണ് നമ്മൾ തീർത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് പറഞ്ഞത്, ഡിസ്റ്റൻ്റ് ശരിക്കും മെയ് 11-ാം തീയതി വെച്ചു. 11-ാം തീയതി നമ്മൾ അന്ന് പറഞ്ഞെന്താണ് 11-ാം തീയതി വെക്കാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ 15-ാം തീയതിക്കുള്ള ഒരിത് വെച്ചു. എന്നിട്ട് 11-ാം തീയതി എന്നല്ലേ പറഞ്ഞത്, ഞാൻ 15-ാം തീയതി എന്നുള്ളൊരു ഇതിലേക്ക് മാറ്റി. ഓക്കെ, 15-ാം തീയതിയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞപ്പോഴേക്കും 15-ാം തീയതി എന്തായി, 15-ാം തീയതി എന്തായിരുന്നു SSLC ഇതായി. അതിന് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും +2 ആയി. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കായി. അത് കഴിഞ്ഞപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് 29-ാം തീയതി എന്തായി, വെള്ളിയാഴ്ച. എന്തായാലും നമ്മൾ 3ാമത്തെ പാർട്ട് ചെയ്തല്ലോ നമ്മൾ. ദാറ്റ് ഈസ് ദ പവർ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ സ്ലൈഡിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്ലൈഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 റിവിഷൻ നോട്ടുകളും കഴിഞ്ഞു. അതിൽ നിന്ന് നമ്മൾ തുടങ്ങി. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഈ പെലയും മെലിസൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും എൻ്റെ പൊന്നോ, എൻ്റെ വീടിൻ്റെ മുമ്പിൽ എൻ്റെ ദൃശ്യം 3 പുറത്തിട്ട് ഓടിക്കണ പോലെ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുക. ഓക്കെ, അല്ല, ദൃശ്യം 3 ഇട്ട് ഓടിക്കണ പോലെ, ചുമ്മാ പറഞ്ഞോട്ടാ. ഓക്കെ, അങ്ങനെ സിനിമ കാണുന്ന ഒരു തിയേറ്ററിൽ ഇരിക്കണ ആൾക്കാർ അത്രയും വന്നിരിക്കുകയാണ്. ദൃശ്യം കാണാൻ വന്നിരിക്കണ പോലെ എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പേര് വന്ന് നിൽക്കുമ്പോൾ അവരെങ്ങിട്ടാണ് നോക്കണേന്ന് നോക്കിയപ്പോൾ നമ്മുടെ അടച്ചിട്ട ചിക്കൻ കൂപ്പിലേക്ക്, അഥവാ നമ്മുടെ നമ്മുടെ ഓൾഡ് മാനെ അടച്ചിട്ട ചിക്കൻ കൂപ്പിലേക്കാണ് അവരുടെ നോട്ടം. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് കുറച്ച് ഫുഡൊക്കെ കൊടുക്കും. ദിസ് ഈസ് വിസിറ്റേഴ്സ്, അഥവാ നമ്മുടെ ഏഞ്ചലിനെ കാണാൻ വന്ന വിസിറ്റേഴ്സ് ആണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. എന്താണ്, ഓൾഡ് മാനെ കുറച്ച് തീറ്റയൊക്കെ ഇട്ട് ഇവരോട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചേഴ്സ് അല്ലാതെ ആയിട്ടല്ല, ഒരു സർക്കസ് ആനിമലെ പോലെയാണ് കാണുന്നത്. കാരണം എന്താ, ഇവർ സൂപ്പർ നാച്ചുറൽ ക്രീച്ചേഴ്സിനെ ഇതുവരെ കണ്ടിട്ടില്ല. അഥവാ ഇതൊരു ഏഞ്ചലാണ്, അതൊരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചേഴ്സ് ആണെന്ന് അവർക്ക് ഇല്ല. ഓക്കെ, ഇതൊരു ഏഞ്ചലാണ്, ഇതിനെ ഒരു ഭക്തിയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. ഇവരെന്താണ്, ഇതിനൊന്നും കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ഇതെന്താണ് ചെയ്യുന്നത്, ഇതൊരു സ്ട്രേഞ്ചറാണ്. അത് ചിറകൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ട്രേഞ്ചറാണ്. എന്തോ അത്ഭുതം കാണിക്കാൻ വന്നതാണ്, ഇതൊരു മാജിക്കൽ സാധനമാണ് എന്നൊക്കെ വിചാരിച്ചെന്ത് ചെയ്യാണ്, ഇതൊരു സർക്കസ് ആനിമലെ പോലെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങനെ വരികയാണ്. ഒരു മാർക്കറ്റ് പ്ലേസിനെ പോലെയാണ് അത് ഫുള്ള് കാണുന്നത്. അഥവാ ഇത്ര ആൾക്കാരുണ്ടാവും. വരൂ, ഞാൻ നേരത്തെ കണ്ടടേ. ആ ബുക്കോ, എനിക്കെന്താ, അതെ, ഒരു കാര്യം പറയാനുണ്ട്, കൂടി കേട്ടിട്ട് ബുക്കോ.
അപ്പൊ 2 മണിക്കാണ് പോകാൻ. 2 മണിക്കാണ് നീ മേടിക്കാതെ എല്ലാവരും വരണ്ടേ? എല്ലാവരും വരട്ടെ. നീ വെറുതെ ആണല്ലോ. 2 മണിക്കാണ് പൊട്ട. ഇനിയിപ്പോ 2:30 ഓക്കേ, 2:30. നീ നേരം അവന്മാരെ വിളിക്കല്ലേ? അവന്മാര് വന്നോളൂ. അതാ ശരി. നല്ല ആവശ്യം ഉണ്ടായിരുന്നു നേരത്തെ. ആ ശരി. പിന്നെ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. നമ്മള് പറഞ്ഞ പോലെ കുറെ ആൾക്കാർ, ഒരു മാർക്കറ്റിലുള്ള ആൾക്കാർ അത്രയും അവന്റെ വീടിന് മുമ്പിൽ. അപ്പോ അവരൊക്കെ പിടിച്ചു മാറ്റാൻ അവിടുത്തെ പട്ടാളത്തിനെ വരുത്തേണ്ടത്. അതിനുശേഷം നമ്മൾ അതിലെ മീനിങ്സ് ഒക്കെ പറഞ്ഞു. അതിനുശേഷം അവർക്കൊരു ഐഡിയ ഒന്നാണ് ഈ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒരു വേലി കെട്ടുക. സോറി, ഈ ഒരു ചിക്കൻ നമ്മുടെ കോഴിക്കോടിൻ്റെ മുമ്പിൽ കൂടെ കുറച്ച് വേലി കെട്ടുക. അതിനുശേഷം അതിന് അഡ്മിഷൻ ഫീ ആയിട്ട് 5 സെൻറ്റ് വെച്ച് നമുക്ക് അഡ്മിഷൻ ഫ്രീ വാങ്ങാമെന്ന് പറഞ്ഞ് അവരൊരു പ്ലാൻ ഇടുകയും അത് വാങ്ങുകയും അതിൽ അവർക്കൊരു റൂം ഫുള്ളും ഒരാഴ്ചക്കുള്ളിൽ പൈസ കിട്ടുകയും ചെയ്തു. അതൊന്ന് നോക്കുക. അതിനുശേഷം ഒരു ഹോംവർക്ക് തന്നു നമ്മൾ. അതിനുശേഷം അവർ ആ ഒരു ഓൾഡ് മാന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഓൾഡ് മാന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഓൾഡ് മാനെ കൊണ്ട് മൗത്ത് ബോൾസ് തിന്നിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിക്കുകയാണ്, അഥവാ പാറ്റ ഗുളിക. പക്ഷെ പുളിയാൻ അത് തിന്നുന്നില്ല. എഗ് പ്ലാന്റ് മഷ് എന്ന് പറഞ്ഞാൽ ഒരു വഴുതനങ്ങയുടെ ഒരു ഹോൾസ് ഒക്കെ പോലത്തെ ഒരു സാധനം, ചതച്ചിട്ടുള്ള സാധനം തിന്നെയാണ്, അത് തിന്നുന്നുണ്ട്. അതിനുശേഷം ഒരു സൂപ്പർ നാച്ചുറൽ ഇതിൽ നമുക്കൊരു ശാന്തതയാണ് അടുത്തത്. ഒരു ക്ഷമയുടെ നെല്ലിപ്പലക ഫുള്ള് കടന്നിട്ട് പുള്ളിക്കാരൻ ക്ഷമിച്ചെന്നുള്ളതാണ് അടുത്തൊരു ഇത്. അഥവാ പുള്ളിക്കാരൻ്റെ ദേഹത്ത് ഈ കോഴികൾ വന്ന് കൊത്തി, അഥവാ പുള്ളിക്കാരൻ്റെ ദേഹത്ത് ഈ വണ്ടുകളെയൊക്കെ കോഴികൾ കൊത്തുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് വേദന എടുത്തു. അതൊരു ക്ഷമിച്ച് പുള്ളിക്കാരൻ നിന്നു. അതിനുശേഷം ഈ ആൾക്കാരെ ഇത്രയും ദ്രോഹം ചെയ്തിട്ടും അവരെ പിന്നെ അതിൻ്റെ ചിറകി പിടിച്ച് തൂവലുകൾ ഊരാൻ നോക്കി, അതിനെ ലിംസി പിടിച്ച്. എന്നിട്ടും പുള്ളിക്കാരൻ ക്ഷമിച്ചു നിന്നു. പക്ഷേ പുള്ളിക്കാരനെ പിന്നെയും അവർ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് കല്ലേറ് നടത്തി. അപ്പോൾ അവിടെ എന്തായി? പിന്നെ പുള്ളിക്കാരൻ ക്ഷമിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് മനുഷ്യന്മാരുടെ ക്രൂരതയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഇത് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ന്യൂസറി ഉണ്ട്, അതിൻ്റെ ഇത് നമുക്ക് വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഈ ഒരു ജൂണിൽ നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ പ്രീ ബുക്ക് എഡ്യൂക്കേഷൻ SSLC എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാക്കി മാറ്റാണ്. അഥവാ ഇനി ഒരു 2 ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പറയുന്നത്, പിന്നെ താങ്ക്സ് പറയാണ്, ഒരു ഗുഡ് ബൈ, ഒരു ഗുഡ് നൈറ്റും കൂടി പറയണം. അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം നമുക്ക്. കൂടുതൽ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ 8-നും 9-നും ഉള്ള ചാനൽസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 8, 9, 10-നൊക്കെ 9ാം ക്ലാസ്സിലുള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തായാലും ഒരു 50 മിനിറ്റ്. ഓക്കെ, എന്തായാലും നമ്മൾ 8 മണിക്ക് 8:30 മുമ്പ് തീർക്കുമെന്ന് പറഞ്ഞു. 8:30 ആകാറായി. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഇതൊന്ന് നോക്കി വെച്ചിരിക്കുക. പിന്നെ നമ്മുടെ ദ ഓൾഡ് മാൻ വിത്ത് എനോർമസ്
വിത്ത് ദ എനോറമസ് വിൻസിന് എത്ര പാർട്ട് ഉണ്ടാവുമെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു. നമുക്കൊരു 6 അല്ലെങ്കിൽ 7 പാർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ 5 പാർട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചത്. 5 അല്ലെങ്കിൽ 6 അത്രയും പോകുള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സമയമായി, പിന്നെ നമ്മളെല്ലാം പറഞ്ഞു. ഓക്കെ, ഇത്ര സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ചിലർ ചോദിക്കുന്നത് നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇംഗ്ലീഷ് മാത്രമല്ല, നമ്മുടെ മാത്സിൻ്റെ ക്ലാസ്സിൻ്റെ ഇന്നല്ലെങ്കിൽ നാളെ തൊട്ട് തുടങ്ങിയാണ് മാത്സിൻ്റെ ക്ലാസ്. 10-ന് നമ്മൾ കൂടുതലും അയാൾക്ക് കിടന്ന്, കാരണം ഇതിപ്പോൾ SSLC ആണ് ഈ ഒരു ചാനൽ ആക്കാൻ പോകുന്നത്. പിന്നെ 9ാം ക്ലാസ്സിന് അടുത്ത ചാനൽ നമ്മൾ എന്തായാലും ജൂൺ 1-ന്